അവരവിടെ പോയി അവിടുത്തെ വിളവെടുത്ത് കഴിച്ചു തുടങ്ങിയപ്പം മന്ന നിന്നുപോയി. ഇന്നത്തെ വിശ്വാസ സമൂഹത്തിനൊരു ചെറിയ പ്രശ്നം, അന്നന്നേ മന്നായും നോക്കി ഇങ്ങനെ മുകളിലോട്ടിരിക്കുക. അത് നല്ല കാര്യം, മുകളിലോട്ട് നോക്കി ദൈവത്തിൽ നിന്ന് എല്ലാ പ്രൊവിഷനും നമുക്ക് നേടിയെടുക്കണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, മന്ന ആ വീട്ടിലുള്ളവരുടെ എണ്ണത്തിന് ഒത്തവണ്ണം മാത്രമേ ദൈവം കൊടുക്കൂ. അതിൻ്റെ അർത്ഥം ഒരു ഗസ്റ്റ് വന്നാൽ പോലും കൊടുക്കാൻ മന്ന ഇല്ല. കാര്യം എന്താ? ഇറ്റ്സ് ഓൺലി സപ്പോസ് ടു ബി ഫോർ ദ പീപ്പിൾ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഹൗസ്. ഈ മന്ന എടുത്തുകൊണ്ട് അടുത്ത വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും. ഈ മന്ന കൊണ്ട് ഒരു ബർത്ത്ഡേ പാർട്ടി നടത്താൻ പറ്റും. ഈ മന്ന കൊണ്ട് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. ഈ മന്ന വേറെ ഒന്നിനും പറ്റത്തില്ല. അന്നുള്ള മന്ന. ഇനി മന്ന ഫ്രിഡ്ജിലും വയ്ക്കാൻ പറ്റത്തില്ല, സ്റ്റോർ ഹൗസിലും വയ്ക്കാൻ പറ്റും. കാരണം മന്ന ചീത്തയായിപ്പോകും. അതിൻ്റെ അർത്ഥം അന്നേക്കുള്ള ആവശ്യത്തിന് മാത്രം കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ചോളം നമുക്ക് അന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും മാത്രമല്ല, മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. വി ആർ നോട്ട് ഓൺലി കോൾഡ് ടു ബി ബ്ലെസ്ഡ്, വി ആർ കോൾഡ് ടു ബി എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ കഷ്ടം, ദൈവസഭ നമ്മൾ മാത്രം അനുഗ്രഹിക്കപ്പെട്ട് ഈ അനുഗ്രഹം മുഴുവൻ നമുക്കായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. ഇനിയെങ്കിലും ഈ 2026 ഒരു തീരുമാനമെടുക്കണം. Lord, thank you for blessing us. At the same time, Lord, we understand that we are supposed to be a blessing for others.